ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് സ്പോട്ട് ഓൺ എന്ന് പറയുമ്പോൾ മിക്ക പെറ്റ് പാരൻസിനൊക്കെ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തരാം. ഇത് നമ്മുടെ ഡോഗ്സിൻ്റെ ഹെയറിൽ വളരുന്ന കുറേ പ്രാണികൾസ് ഉണ്ടാവില്ലേ, ഈ ചെള്ള് ഞാൻ കാണിച്ചു തരാം. അതെ, ചെള്ള് അങ്ങനെ ഈ മിക്ക ഹെയറിൻ്റെ ഉള്ളിൽ വളരുന്ന കുറേ പ്രാണികളുണ്ടാവും. അവർ കാരണം സ്കിൻ ഇഷ്യൂസും കുറേ രോഗങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ടിക്ക് ഫീവറൊക്കെ വരുന്നൊക്കെ പറയില്ലേ, ടിക്ക് ഫീവർ വന്ന് ഡോഗിന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ മരണത്തിന് വരാൻ കാരണമാവും. അപ്പോൾ നമ്മളാരും ശ്രദ്ധിക്കില്ല. ഞാനൊക്കെ കൂടുതലും നേരത്തെ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്തിരുന്നത്, ടിക്ക് ഷാമ്പൂ ഒക്കെ. അപ്പോൾ അതിന് പരമായിട്ടൊരു അടാറ് വെടിയേറ്റമാണ് ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്നത്. ഇത് കണ്ട, ഇത് നമ്മൾ ബോഡി വെയിറ്റ് അനുസരിച്ചായിട്ട് ഇത് പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവന് ഏകദേശം ഒരു 50 above കിലോ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിത് പർച്ചേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇവൻ്റെ ബോഡിയിൽ സ്പോട്ട് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ തൊട്ട് ഹെഡിൻ്റെ പൊക്കത്ത് ആ ലെവലിൽ സ്പോട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇത് സ്പോട്ട് ചെയ്യണ മുമ്പ് ബോഡി എപ്പോഴും ഡ്രൈ ആയിരിക്കണം, നനവിൽ കൊണ്ടുവന്ന് സ്പോട്ട് ചെയ്യരുത്. പിന്നെ ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസത്തേക്ക് ബോഡി നനയ്ക്കിയ കാര്യങ്ങളൊന്നും ചെയ്യരുത്. അപ്പോൾ ഇതാണ് ലിക്വിഡ് അനുസരിച്ച് നമ്മൾ വെയിറ്റ് അനുസരിച്ചായിരിക്കും കേട്ടോ ഇത് എപ്പോഴും പർച്ചേസ് ചെയ്യേണ്ടത്. അതിനനുസരിച്ച് നമുക്ക് ഇത്ര മില്ലി കിട്ടുള്ളൂ. എൻ്റെ 50 above ആയതുകൊണ്ട് അനുസരിച്ച് മില്ലി ഉണ്ട് ഇതിൽ. അപ്പോൾ ഞാൻ ഇവൻ്റെ ബോഡിയിൽ അപ്ലൈ ചെയ്യണോ ഇത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഇവൻ ആദ്യം വിചാരിച്ച് തിന്നാനാന്ന് വിചാരിച്ചിട്ട് ഇവൻ കയ്യാമെടുക്കാൻ പറഞ്ഞത്. അങ്ങനെ പിന്നെ ഒരു കണക്കിന് ഇവൻ നിന്ന് തരുന്നില്ല. ഇവനെ നമുക്ക് പിടിക്കാനും പറ്റില്ല, നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ടേ, ഹെഡ് സൈസൊക്കെ ഉള്ളതുകൊണ്ട് ഇവനെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ നിർത്തി ഇടുന്നുണ്ട്. ഹെഡിൻ്റെ പുറകിലിട്ടേക്കണ്. പിന്നെ ഒരു നിവർത്തി ഇട്ടിട്ട് അവൻ സമ്മതിക്കണില്ല പിന്നെ. അപ്പം ഞാൻ അവൻ്റെ മുഖത്തിങ്ങനെ ജസ്റ്റ് ഹോൾഡ് ചെയ്യും ലെഗ് കൊണ്ട്. അങ്ങനെ ഇടാൻ പറ്റില്ല, ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടാണ് എൻ്റെ ഷോൾഡർ തൊട്ട് ഹെഡിൻ്റെ അവിടം വരെ ഇടാൻ പാടില്ല കേട്ടോ. പിന്നെ ടെയിലിൻ്റെ അവിടെ ഇടാം. ഇവന്മാർ നക്കാനോ അല്ലെങ്കിൽ ഇതാക്കാനുള്ള സ്ഥലമായിരിക്കരുത് ബോഡിയിൽ. ഇവർക്ക് എത്താത്ത സ്ഥലത്തായിരിക്കണം ഇത് സ്പോട്ട് ചെയ്യേണ്ടത് നമ്മൾ. അപ്പോൾ ഞാൻ ഷോൾഡറിൻ്റെ അവിടെ തൊട്ട് ആ ഒരു ലൊക്കാലിറ്റി കംപ്ലീറ്റ് ആ ഇയറിൻ്റെ ബാക്കിലും ഹെഡിൻ്റെ പുറകിലും അവിടെയൊക്കെ ആയിട്ട് അത് മൊത്തം തീർക്കണം. കണ്ട, ഹെയർ മാറ്റി സ്കിന്നിൻ്റെ ഉള്ളിൽ കറക്റ്റ് അപ്ലൈ ചെയ്യണം. ഇത് മില്ലി കൂടുതൽ, ബോഡി വെയിറ്റ് ഉള്ളതുകൊണ്ട് മില്ലി കൂടുതൽ. അപ്പോൾ നമ്മൾ പരമാവധി അവിടെ തന്നെ റൗണ്ട് ചെയ്ത് തീർക്കുന്നുണ്ട്. എൻ്റെ ഷോൾഡറിൻ്റെ ഇവിടെയൊക്കെ ഇടുന്നത്. പിന്നെ പ്രത്യേകം പറയാണ്ട് 2 ഡോഗ്സ് ഒന്നിക്കുള്ള ഡോഗ്സ് നമ്മളൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി നമ്മളത് മാറ്റി ഇടുക. സ്പോട്ട് ചെയ്തിട്ട് നമ്മൾ മാറ്റിയിടണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവന്മാർ തമ്മിൽ നക്കി അതിൻ്റെ ആ ഒരു എഫക്റ്റ് പോവും. നക്കിയെടുക്കുമ്പോൾ ഇട്ടതിൻ്റെ ഒരു അർത്ഥം ഉണ്ടാവില്ല. ഞാൻ ആ സറൗണ്ടിങ്സ് തന്നെ ചെയ്ത് തീർത്ത് കേട്ടോ. ആ ഒരു ഹെഡ് തൊട്ട് ഷോൾഡർ വരെയുള്ള ഭാഗത്ത് തന്നെ ഇത് മൊത്തം പരമാവധി സ്കിന്നിൽ തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ ഇത് നിങ്ങൾ. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഇത് ചെയ്തിരിക്കണം സ്പോട്ട് ഓൺ. ഇത് ഡോഗ്സിന് ടിക്ക് ഫീവർ വന്ന് മരണത്തിലേക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണിത്. അപ്പോൾ നമ്മളൊരു പ്രിവെൻറ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ മുൻകൈ എടുക്കാണ്ട് ഡോഗ്സിന് ഇത് ചെള്ള് വന്ന് പനിയായിരിക്കും ഫസ്റ്റ് ലക്ഷണം. പനി പിടിച്ച് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അറിയുള്ളൂ ഇതിന് ടിക്ക് ഫീവർ ആയിരിക്കുമെന്ന്. അപ്പോൾ മരണത്തിന് വരെ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, അടുത്തുള്ള ഏതെങ്കിലും വെറ്റിനറി ഡോക്ടറുടെ അടുത്ത് പോയിട്ട് അത് കൺസൾട്ട് ചെയ്ത് ചെയ്യേണ്ടതാണ്. ചെയ്യാതിരിക്കരുത് ആരും. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോ എത്തിക്കുന്നത്. പരമാവധി എല്ലാവരും വീട്ടിൽ വളർത്തുന്ന ഡോഗ്സിനൊക്കെ ഇത് ചെയ്യേണ്ടതാണ്. അല്ലേ, ഇപ്പോൾ ഞാൻ ഈ കാണിക്കണത് ഈ ചെയ്ത ഭാഗത്തൊക്കെ ഇങ്ങനെ നനഞ്ഞിരിക്കണതാണ്. അത് കുഴപ്പമൊന്നുമില്ല. എന്നാലും 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കുളിപ്പിക്കാൻ പാടില്ല കേട്ടോ ഡോഗ്സിനെ. അതുവരെ വെള്ളം തുടിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് പോകും. പിന്നെ ആ ഒഴിച്ചതിനൊക്കെ നമുക്കൊരു അർത്ഥം ഉണ്ടാവില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്തൊരു കണ്ടൻറ്റുമായിട്ട് കാണാം.